നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസാണ്. ആസ് എ ട്രേഡർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ എക്സ്പീരിയൻസാണ് നിങ്ങളടുത്ത്, വാല്യുബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസാണ് നിങ്ങളടുത്ത് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാനെങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വന്നു എന്നും ഇപ്പോൾ അത് എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നിങ്ങളടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് ഫസ്റ്റ് ടൈം എൻ്റർ ചെയ്യുന്നത് കോവിഡ് ടൈമിലാണ്. അന്ന് സാലറി ഇല്ല, അങ്ങ് ഒന്ന് രണ്ട് ഇഷ്യൂസ് വന്നപ്പോൾ എങ്ങനെ പിടിച്ചു നിൽക്കുക എന്നുള്ളതിനെ കുറിച്ച് പഠനം നടത്തിയാലാണ് സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. ഞാനൊരു BCom ഗ്രാജുവേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്, സെബി എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ബേസിക് നോളേജ് എനിക്കുണ്ട്. സോ ഞാൻ അതിനെപ്പറ്റി പ്രാക്ടിക്കലി, നമ്മൾ തിയറിയിൽ പഠിച്ചതല്ലല്ലോ പ്രാക്ടിക്കലി ഉണ്ടാവുക, അങ്ങനെ പഠിച്ചു. അങ്ങനെ ഫസ്റ്റ് ടൈം ഞാൻ എൻ്റർ ചെയ്യുന്നത് ഇക്വിറ്റിയിലോട്ടാണ്. ഇക്വിറ്റിയിൽ ഡേ ട്രേഡിങ്, ഇൻട്രാഡേ ട്രേഡിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. അത് എനിക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റിയില്ല. അത് ഒരു വർഷത്തോടെ ഞാൻ അതിനകത്ത് കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഞാൻ ഇൻട്രാഡേ ട്രേഡിങ് അവിടെ ക്വിറ്റ് ചെയ്തു. കാരണം അതിനകത്ത് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ലോസ് മേക്കിംഗ് ആയിരുന്നു അധിക സമയത്ത് എനിക്കുണ്ടായിരുന്നത്. ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടും, ആ പ്രോഫിറ്റൊക്കെ ലോസായിട്ട് എനിക്ക് പ്ലാൻ ചെയ്ത പോലെ ഒന്നും വർക്കൗട്ട് ചെയ്യാൻ, ഞാൻ എടുക്കുന്ന എൻട്രി ഒന്നും ശരിയാവുന്നില്ല. അതെനിക്ക് മനസ്സിലായി പതുക്കെ എനിക്ക് പറ്റുന്ന പണിയല്ല ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന്. ആ ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായി. അങ്ങനെ പിന്നെ എന്ത് എന്നുള്ള ഒരു ക്വസ്റ്റ്യനകത്തു നിന്നാണ് ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്നാണ് സെഗ്മെൻറ്റിലോട്ട് എൻ്റർ ചെയ്യുന്നത്. അതൊരു വലിയ കടലാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാനതിലോട്ട് എൻ്റർ ചെയ്തു. ആദ്യത്തിലൊക്കെ ഇതിനകത്ത് ഇൻട്രാഡേ ആകുമ്പോൾ ഒരു ദിവസം കൊണ്ട് എക്സ്പയർ ആകുമല്ലോ. ഈ ഓപ്ഷൻസ് ആകുമ്പോൾ നമ്മൾ വീക്ക്ലി ഉണ്ട്, മന്ത്ലി ഉണ്ട്. സോ ഞാൻ ഇൻഡെക്സിൽ, ഞാൻ നിഫ്റ്റിയിലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. സോ എനിക്ക് വീക്ക്ലി എക്സ്പയറിയിൽ ഞാൻ ഓപ്ഷൻ ബൈയിങ് ആൻഡ് സെല്ലിങ് രണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓപ്ഷൻ സെല്ലിങ്ങും ഓപ്ഷൻ ബൈയിങ്ങും ഉണ്ട്. ഈ ഓപ്ഷൻ സെല്ലിങ് ആവുമ്പോൾ കുറച്ചധികം ഫണ്ട് കൂടുതൽ വേണം. നമ്മൾ ഫണ്ടില്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ട് വന്നത് തന്നെ. അപ്പോൾ അത് നടക്കില്ല എന്ന് മനസ്സിലായി. കാരണം അത്രയും ഫണ്ട്, പിന്നെ 1 ലക്ഷം വന്ന 50ആണ് ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഒരു നിഫ്റ്റിയിൽ ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 50 ക്വാണ്ടിറ്റിയാണ്. 50 ക്വാണ്ടിറ്റി സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം 1 ലക്ഷം രൂപയോളം വേണം. അപ്പോൾ അത്രയും ഫണ്ട് ഇല്ലാത്തത്, അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണും കുറവായിട്ട് എനിക്ക് തോന്നി. സോ ഞാൻ ഓപ്ഷൻ ബൈയിങ്ങിലോട്ട് നിന്നു. അതൊരു 2 വർഷത്തോളം ഞാൻ തുടർന്നു. എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. കാരണം അത് ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു ഗാംബ്ലിംഗ് ആണ്. നമ്മൾ അതിന് അടിമപ്പെട്ടു. ഈ ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്നതിനേക്കാളും നല്ലത് പിന്നീട് എനിക്ക് മനസ്സിലായത് റമ്മി കളിക്കുക എന്നുള്ളതാണ്. അത് പലർക്കും പറ്റുന്നുണ്ടാവും കേട്ടോ. ഞാൻ പറയുന്നത് പലർക്കും ഇതിനൊക്കെ സാധിക്കുന്നുണ്ടാവും, അതിനകത്ത് നിന്ന് പ്രോഫിറ്റ് എടുക്കാനും ഒക്കെ പറ്റുന്നുണ്ടാവും. അപ്പോൾ നമ്മളെ കപ്പാസിറ്റി മനസ്സിലാക്കുക, നമുക്ക് എന്ത് പറ്റും, നമുക്ക് എന്ത് പറ്റൂല എന്നുള്ള ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ 2 വർഷം ഞാൻ എടുത്ത് എനിക്കത് പറ്റൂല എന്ന് മനസ്സിലാക്കാൻ. പക്ഷെ അതൊരു വലിയ ടൈമായി പോയി, വലിയൊരു പീരീഡായി പോയി, എനിക്ക് വലിയ നഷ്ടമായി പോയത്. പക്ഷേ ഓപ്ഷൻ ബൈയിങ്ങിനകത്ത് എനിക്ക് ലാഭം ഉണ്ടാക്കി തന്നൊരു ഒരു ഏരിയ ഉണ്ട്. അത് ഞാൻ നിങ്ങളടുത്ത് പറയാം. ലോങ് ടേം ബൈയിങ്, ഏത് മാർക്കറ്റായാലും ലോങ് ടേമിൽ അപ് ട്രെൻഡാണ്. സോ ഞാൻ ഒരു ഡിപ്പ് വരുമ്പോൾ 3 മാസം 4 മാസം അപ്പുറത്തുള്ള ഫാർ ഔട്ട് ഓഫ് ദ മണി സ്റ്റോക്സ്, കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് വെക്കും. അതിനകത്ത് എനിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷേ അതൊന്നും ഒരു പിടിച്ചു നിൽക്കാനുള്ളൊരു ലെവലിലോട്ട് ആവുന്നില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയതാണ്, നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഇത് ഒരു ഗാംബ്ലിംഗ് പ്ലേസ് അല്ല, ഇതൊരു ബിസിനസ് ആക്ടിവിറ്റി ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുമെന്നും പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നും മനസ്സിലാക്കി. അങ്ങനെയാണ് ഞാൻ സ്വിംഗ് ട്രേഡിങ്ങിലോട്ട് വന്നത്. ഇപ്പോൾ ഞാൻ പ്രോഫിറ്റബിളാണ്, ഞാൻ സാറ്റിസ്ഫൈഡാണ് സ്വിംഗ് ട്രേഡിനകത്ത്.
അതിനകത്ത് നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. മറ്റത് ഒരാഴ്ച അല്ലെങ്കിൽ വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി ഓപ്ഷൻ ബൈങ് ഒക്കെ ആണെങ്കിൽ ടൈം ഡീക്ക് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു എഫക്റ്റ് വേറെ. സോ ഇതിനകത്ത് DKയും ഒന്നും ഇല്ലല്ലോ പിന്നെ സ്വിംഗ് ട്രേഡിങ്ങിനകത്ത്. നമ്മളിത് ബൈ ചെയ്ത് വെക്കുന്നു, 1 മാസം 2 മാസം 3 മാസമൊക്കെ വെയിറ്റ് ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റിലോട്ട് ചിലപ്പം 1 വീക്ക് കൊണ്ട് തന്നെ എത്തും, ചിലപ്പോൾ 2 മാസം കൊണ്ട് എത്തും, ചിലപ്പോൾ താഴെ പോകും. താഴെ പോയാലും 1 മാസമോ 2 മാസമോ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് ടു കോസ്റ്റ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അതായത് ഫോർ എ പീരിയഡ് ഓഫ് ടൈം സ്വിംഗ് ട്രേഡിങ് ഇസ് എ കിങ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇക്വിറ്റിയിൽ ഇൻട്രാഡേ ചെയ്തു, പിന്നെ ഓപ്ഷൻസ് ചെയ്തു, ഇപ്പോൾ സ്വിംഗ് ട്രേഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു വളരെ സക്സസ്ഫുള്ളായിട്ട്. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റി മനസ്സിലാക്കുക. ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ നമ്മൾ യൂട്യൂബിനകത്തും മറ്റുള്ള ഇൻഫ്ലുവൻസ് അത്ര ലാഭം ഉണ്ടാക്കി ഇത്ര ലാഭം ഉണ്ടാക്കി എന്നുള്ള സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളൊക്കെ കാണും. അത് അവരുണ്ടാക്കുന്നുണ്ടായിരിക്കാം മേ ബി. സോ അത് നമ്മൾ അത് ചെയ്തു നോക്കിയിട്ട് നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പിടിച്ച് തൂങ്ങരുത്. നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റിയ പല മേഖലകളും ഇതിനകത്തുണ്ട്. ഇനി സ്വിംഗ് ട്രേഡിങ്ങൊന്നും രക്ഷപ്പെടാത്തവർക്ക് വേറെ മാർഗ്ഗങ്ങളുണ്ട്. ETF ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ഇൻഡെക്സിൻ്റെ ETFകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അത് വളരെ സേഫായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതിനെപ്പറ്റി വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്തോളാം. വളരെ സേഫായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മൾ നഷ്ടം ഉണ്ടാക്കി പോയതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. നമ്മുടെ ലൈഫ് അങ്ങ് തീർന്നു പോകുള്ളൂ. സോ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ എവിടെയാണ് എൻ്റർ ചെയ്യുന്നത് അവിടെ സക്സസ്ഫുൾ ആകാൻ പറ്റിയിട്ടില്ലെങ്കിൽ അടുത്തടുത്ത സ്റ്റെപ്പിലോട്ട് പോയിട്ട് എവിടെയാണ് നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റുന്നത് അവിടെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക നമ്മുടെ വർക്കുകൾ. ഇത്രയൊക്കെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക, പ്രത്യേകിച്ച് ഓപ്ഷൻ ബൈങ് ചെയ്യുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊരു സ്വപ്നത്തിൻ്റെ പുറത്താണ് ഓപ്ഷൻ ബൈങ് ചെയ്യുന്നത്. അതിനകത്ത് ലാഭം ഉണ്ടാക്കുന്നവരുണ്ടാവും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അവരതിനകത്ത് പിടിച്ചു നോട്ടെ. നിങ്ങളെക്കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരെ, എസ്കേപ്പ് ആവാം. സ്വിംഗ് ട്രേഡിങ്ങിലോട്ടോ അല്ലെങ്കിൽ ETF അല്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലോട്ടോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോട്ടോ ഒക്കെ വരിക. അല്ലെങ്കിൽ IPO ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും ബൂം നടക്കുന്ന IPOയിലാണ്. IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അപ്ലൈ ചെയ്യാം, കിട്ടിയാൽ ഭാഗ്യം. ഇപ്പോഴത്തെ IPOൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ലാഭം മാത്രമേ ഉള്ളൂ, നഷ്ടമില്ല. കാരണം മാർക്കറ്റ് ഹെവി ബൂമിലാണ്. ലിസ്റ്റിംഗ് ഡേയ്സിൽ നിന്ന് എക്സിറ്റ് ചെയ്താലും ചിലപ്പോൾ 30%, 40%. ഇപ്പോൾ ഈ ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ IPO കഴിഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷിക്കുന്ന 100% അപ് ട്രെൻഡാണ് പ്രതീക്ഷിക്കുന്നത്. എന്ന് വെച്ചാൽ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് 2 ലക്ഷമായിട്ടാണ് ലിസ്റ്റിംഗ് ഡേയ്സിലും 2-3 ദിവസം കൊണ്ട് 100% റിട്ടേൺ അബോവാണ് കിട്ടുന്നത്. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ. ഈ ഓപ്ഷൻ ബൈങ് മാത്രമല്ല, ഓപ്ഷൻസ് മാത്രമല്ല ഉള്ളത്. അപ്പോൾ ഇതൊരു പുതിയ ചാനലാണ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പുതിയ സ്വിംഗ് ട്രേഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് സെലക്ഷൻ കാര്യങ്ങൾ ഞാനെങ്ങനെ ചെയ്യുന്നു, പിന്നെ അതുപോലെ തന്നെ സ്റ്റോക്ക് സജഷൻ മീൻസ് ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. നിങ്ങളുടെ ഫൈൻഡിങ്സ് ചെയ്യേണ്ടി വരും. എന്നാലും എൻ്റേതായിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകൾ ഞാൻ നിങ്ങൾക്ക് വീക്കിലി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാനൊരു വർക്കിംഗ് പേഴ്സണാണ്. എൻ്റെ ഉള്ള സമയത്താണ് ഞാനിതൊക്കെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.